ഇന്ന് 2026 ഓഗസ്റ്റ് 11 പ്രഭാത വാർത്തകൾ. നമസ്കാരം. ബെൽഫാസ്റ്റിൽ നിന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഞാൻ ജിവിൻ ജോർജ്. കേരളവും ഇന്ത്യയും ലോകവും പ്രവാസ ലോകവും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അറിയാം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വം തുടരുന്നു. എണ്ണവില ഉയരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വീണ്ടും ഉയർന്നിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $88 അടുത്തെത്തി. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വവും അമേരിക്കൻ ഇറാൻ ബന്ധങ്ങളിലെ സംഘർഷവും ആഗോള വിപണികളെ സ്വാധീനിക്കുന്നുണ്ട്. എണ്ണവില ഉയരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി ആശ്രിത രാജ്യങ്ങളിൽ ഇന്ധനവിലയെയും പണപ്പെരുപ്പത്തെയും ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. റഷ്യയിലെ ഒറോണേഷിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. റഷ്യയിലെ ഒറോണേഷ് മേഖലയിൽ രാത്രിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യൻ അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്നാണ് റഷ്യയുടെ ആരോപണം. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെയാണ് ഒറോണേഷ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഒറോണേഷ് നഗരങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമായി 20ഓളം ഡ്രോണുകൾ തകർത്തതായി പ്രാദേശിക റഷ്യൻ ഏജൻസി അറിയിച്ചു. ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് ചില വെയർഹൗസുകളിൽ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഈ പ്രത്യേക ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം യുക്രൈൻ ഉടൻ ഔദ്യോഗികമായി ഏറ്റെടുത്തതായി റിപ്പോർട്ടുകളിൽ ഇല്ല. റഷ്യയ്ക്കുള്ളിലെ സൈനിക, എണ്ണ, ഇന്ധന, ലോജിസ്റ്റിക് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ കുറേ മാസങ്ങളായി ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ യുദ്ധശേഷി കുറയ്ക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നാണ് യുക്രൈൻ നിലപാട്. അതേസമയം ഇത്തരം ആക്രമണങ്ങളെ റഷ്യ ശക്തമായി അപലപിക്കുകയും യുക്രൈൻ സാധാരണ ജനങ്ങളെയും റഷ്യൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുകയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന എണ്ണവില ഇന്ത്യൻ ഓഹരി വിപണിയെയും ബാധിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ ഇടിവോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. നിഫ്റ്റിയും സെൻസെക്സും ആദ്യഘട്ടത്തിൽ ഏകദേശം 0.2% വീതം താഴ്ന്നു. അതേസമയം മികച്ച കോർപ്പറേറ്റ് വരുമാന ഫലങ്ങളും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവും വിപണിക്കൊരു പരിധിവരെ പിന്തുണ നൽകുന്നുണ്ട്. എണ്ണവിലയിൽ വരുന്ന മാറ്റം ഇന്ത്യയുടെ രൂപയുടെ മൂല്യത്തിനും പണപ്പെരുപ്പത്തിനും പ്രധാന ഘടകമായി തുടരുമെന്നാണ് വിപണി നിരീക്ഷകരുടെ വിലയിരുത്തൽ. അമേരിക്കൻ വിപണിയിലുള്ള ആശ്രയം കുറച്ച് യൂറോപ്പിലേക്ക് ശ്രദ്ധ തിരിക്കാൻ റെയ്മണ്ട്. ലൈഫ് സ്റ്റൈൽ ഇന്ത്യൻ വസ്ത്രനിർമ്മാണ കമ്പനിയായ റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ അമേരിക്കൻ വിപണിയിലുള്ള ആശ്രയം കുറച്ച് യൂറോപ്പിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ മൊത്ത കയറ്റുമതിയിൽ യൂറോപ്പിന്റെ പങ്ക് 25% വരെ ഉയർത്താനാണ് ലക്ഷ്യം. മുമ്പ് ഇത് ഏകദേശം 17%. ഇന്ത്യയുടെ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വികസിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പുതിയ വിപണികൾ തുറക്കുന്നതിൻ്റെ മറ്റൊരു സൂചനയാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വസ്തു വാങ്ങിയ ശേഷം മുഴുവൻ പണവും നൽകിയില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സെയിൽസ് ഡീഡ് അസാധുവാകുമോ? സുപ്രീം കോടതിയുടെ സുപ്രധാന വിശദീകരണം നോക്കാം. സ്വത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന നിയമവ്യവസ്ഥയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കി തരാം. ഒരാൾ 50 ലക്ഷം രൂപയ്ക്കൊരു വീട് വാങ്ങുന്നു എന്ന് കരുതുക. അതിൽ 40 ലക്ഷം രൂപ വിൽപ്പനക്കാരന് നൽകി. സെയിൽസ് ഡീഡ് രജിസ്റ്റർ ചെയ്യുകയും വീടിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്നയാളിലേക്ക് കൈമാറുകയും ചെയ്തു. ബാക്കിയുള്ള 10 ലക്ഷം രൂപ പിന്നീട് നൽകാമെന്നാണ് ധാരണ. എന്നാൽ പിന്നീട് വാങ്ങുന്നയാൾ ആ 10 ലക്ഷം രൂപ നൽകിയില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ബാക്കി പണം കിട്ടിയില്ല എന്ന കാരണത്താൽ മാത്രം രജിസ്റ്റർ ചെയ്ത സെയിൽസ് ഡീഡ് അസാധുവാകുകയില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 54 പ്രകാരം ഒരു വസ്തുവിൻ്റെ വില മുഴുവനായി നൽകിയതാകാം, പിന്നീട് നൽകാമെന്ന് സമ്മതിച്ചതാകാം, അല്ലെങ്കിൽ ഒരു ഭാഗം നൽകി ബാക്കി പിന്നീട് നൽകാമെന്ന് തീരുമാനിച്ചതാകാം. അതുകൊണ്ട് മുഴുവൻ തുകയും ഉടൻ ലഭിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ മാത്രം പൂർത്തിയായ വിൽപ്പന റദ്ദാക്കില്ല. ബാക്കി പണം ലഭിക്കാനുള്ള അവകാശം വിൽപ്പനക്കാരന് ഉണ്ടായിരിക്കും. അതിനായി നിയമപരമായ നടപടികൾ സ്വീകരിക്കാം. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. യാതൊരു വിലയും നൽകിയിട്ടില്ല, ഭാവിയിൽ നൽകാമെന്ന ധാരണയുമില്ല.
യഥാർത്ഥത്തിൽ പണം ഇടപാട് തന്നെ ഇല്ലാത്ത ഒരു വ്യാജ വിൽപ്പനയാണെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി ഇതൊരു പുതിയ നിയമമായി കൊണ്ടുവന്നതല്ല. 1982 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിൽ നിലവിലുള്ള നിയമം എങ്ങനെ പ്രയോഗിക്കണമെന്നതാണ് കോടതി വീണ്ടും വ്യക്തത വരുത്തിയിരിക്കുന്നത്. സ്വത്ത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള വിധിയാണിത്. കേരളത്തിൽ മുസിരീസ് പൈതൃക പദ്ധതിക്ക് വീണ്ടും ആഗോള പ്രചാരം. ഓണത്തോടെ വാട്ടർ ടാക്സി സർവീസ് പുനരാരംഭിക്കാൻ പദ്ധതി. കേരളത്തിൻ്റെ ചരിത്രപ്രധാന മുസിരീസ് പൈതൃക പദ്ധതിയെ വീണ്ടും അന്താരാഷ്ട്ര ടൂറിസം രംഗത്ത് സജീവമായി അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. കേരള ട്രാവൽ മാർട്ടിലൂടെ മുസിരീസിനെ വിദേശ ടൂർ ഓപ്പറേറ്റർമാർക്കും യാത്രികർക്കും കൂടുതൽ പരിചയപ്പെടുത്താനാണ് പദ്ധതി. മുസിരീസ് മേഖലയിലെ വാട്ടർ ടാക്സി സർവീസുകളും ഓണത്തോടെ വീണ്ടും ആരംഭിക്കാനാണ് നീക്കം. കേരളത്തിൻ്റെ ചരിത്രം, പൈതൃകം, ജലഗതാഗതം എന്നിവയെ ഒരുമിച്ച് കൊണ്ടുള്ള വിനോദസഞ്ചാര പദ്ധതിയാണ് മുസിരീസിനെ കൂടുതൽ വികസിപ്പിക്കുന്നത്. കാസർഗോഡ് സ്കൂളിലെ സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നു. കാസർഗോഡ് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ക്വിസ് ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് സ്കൂൾ പരിസരത്ത് BJP പ്രവർത്തകരും മുസ്ലിം പ്രവർത്തകരും പ്രതിഷേധിച്ചു. VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ തുടർന്നുണ്ടായ നടപടിക്ക് എതിരായിരുന്നു BJP പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സമയത്തായിരുന്നു പ്രതിഷേധങ്ങളും പ്രതിഷേധങ്ങളും നടന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടു. ബ്രിട്ടനിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. UK വിസ സംവിധാനം കൂടുതൽ ഡിജിറ്റലാക്കി. ബ്രിട്ടൻ്റെ വിസ സംവിധാനം പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2026 ജൂലൈ 1 മുതൽ വിജയകരമായ പുതിയ വിസ അപേക്ഷകർക്ക് പാസ്പോർട്ടിൽ പതിക്കുന്ന പഴയ വിസ സ്റ്റിക്കർ നൽകുന്നത് UK ആൻഡ് ഇമിഗ്രേഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് മുമ്പ് UKVI അക്കൗണ്ടിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഈ വിസയും ഇമിഗ്രേഷൻ പെർമിഷനും ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ നിർദ്ദേശിക്കുന്നു. ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെയുള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാൾട്ടയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ. മാൾട്ടയിൽ യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള തൊഴിലാളികൾക്ക് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള നടപടികളിൽ ഹെൽത്ത് സ്ക്രീനിംഗ് നിർബന്ധമാണ്. പുതിയ വർക്ക് പെർമിറ്റ് റിന്യൂവൽ അല്ലെങ്കിൽ ജോലി മാറ്റുന്നതിനുള്ള അപേക്ഷകളിൽ ഹെൽത്ത് സ്ക്രീനിംഗ് നടപടികൾ ഇപ്പോൾ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. പേപ്പർ അടിസ്ഥാനത്തിലുള്ള ഹെൽത്ത് സ്ക്രീനിംഗ് രേഖകൾ പുതിയ അപേക്ഷകൾക്ക് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് മാൾട്ടയിൽ ജോലി അന്വേഷിക്കുന്നവർ ഏജന്റുമാരുടെ വിവരങ്ങൾ മാത്രം ആശ്രയിക്കാതെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലെ നിബന്ധനകൾ കൂടി പരിശോധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓണക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് നേരിടുന്നതിനായി ഇന്ത്യൻ റെയിൽവേ കേരളത്തിലേക്കും കേരളത്തിൽ നിന്നുമായി 112 പ്രത്യേക ട്രെയിൻ ട്രിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രത്യേക സർവീസുകളുടെ എണ്ണം ഏകദേശം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള പ്രധാന ഓണക്കാല യാത്രാ ദിവസങ്ങളിലാണ് ഭൂരിഭാഗം സർവീസുകളും നടക്കുന്നത്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവർ നാട്ടിലേക്കുള്ള ടിക്കറ്റുകൾ മുൻകൂട്ടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ഇന്നത്തെ പ്രധാന വിദേശ കറൻസികളുടെ ഇന്ത്യൻ രൂപയുമായിട്ടുള്ള റേറ്റ് നോക്കാം. ഒരു ബ്രിട്ടീഷ് പൗണ്ട് ഏകദേശം 128 രൂപ 91 പൈസ. ഒരു അമേരിക്കൻ ഡോളർ ഏകദേശം 95 രൂപ 41 പൈസ. യൂറോ ഏകദേശം 110 രൂപ 12 പൈസ. കനേഡിയൻ ഡോളർ 68 രൂപ 48 പൈസ. ഓസ്ട്രേലിയൻ ഡോളർ 67 രൂപ 31 പൈസ. UAE ദിർഹം 25 രൂപ 98 പൈസ. സൗദി റിയാൽ 25 രൂപ 40 പൈസ. ഇവ അന്താരാഷ്ട്ര വിപണിയിലെ ഏകദേശം നിരക്കുകളാണ്. ബാങ്കുകളും മണി ട്രാൻസ്ഫർ സ്ഥാപനങ്ങളും നൽകുന്ന യഥാർത്ഥ നിരക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. ഇനി കായികം. ബെൽഫാസ്റ്റിൽ അയർലൻഡിനെ തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ 2027 ലോകകപ്പിന് യോഗ്യത നേടി. ബെൽഫാസ്റ്റിലെ സ്റ്റോർമണ്ടിലുള്ള സിവിൽ സർവീസ് ക്രിക്കറ്റ് ക്ലബിൽ നടന്ന 3ാം ഏകദിന മത്സരത്തിൽ അയർലൻഡിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 46.3 ഓവറിൽ 206 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 44.5 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് നേടി വിജയലക്ഷ്യം മറികടന്നു. അഫ്ഗാനിസ്ഥാന്റെ വിജയത്തിൽ റഷീദ് ഖാൻ നിർണായക പങ്കുവഹിച്ചു. ബൗളിംഗിൽ 44 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്ത റഷീദ് ബാറ്റിംഗിൽ പുറത്താകാതെ 37 റൺസും നേടി. ഈ ഓൾറൗണ്ട് പ്രകടനത്തിന് റഷീദ് ഖാൻ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. വിജയത്തോടെ
5 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ അഫ്ഗാനിസ്ഥാൻ 2-0 മുന്നിലെത്തുകയും 2027 ഏകദിന ലോകകപ്പിലേക്കുള്ള സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ബെൽഫാസ്റ്റിൽ നടന്ന മത്സരമായതിനാൽ ഇന്നത്തെ നമ്മുടെ കായിക വാർത്തയ്ക്ക് ഒരു പ്രാദേശിക പ്രത്യേകത കൂടിയുണ്ട് ഈ ഇനത്തിന്. ഇനി കാലാവസ്ഥ. ഇനി കേരളത്തിലെയും ബ്രിട്ടനിലെയും അയർലൻഡിലെയും ഇന്നത്തെ കാലാവസ്ഥയിലേക്ക്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മൺസൂൺ സാഹചര്യം തുടരുകയാണ്. കൊച്ചിയിൽ ഇന്ന് പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. താപനില ഏകദേശം 25 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ബ്രിട്ടനിലേക്ക് വരുമ്പോൾ UK മുഴുവൻ പരിഗണിക്കുമ്പോൾ ഇന്ന് പൊതുവെ മേഘാവൃതവും ഇടയ്ക്കിടയ്ക്ക് മഴയ്ക്കുമുള്ള സാധ്യത ഉണ്ട്. ചില ഭാഗങ്ങളിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. താപനില സാധാരണയായി 14 ഡിഗ്രി മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. UK ചില പ്രദേശങ്ങളിൽ പ്രാദേശിക വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് സ്കോട്ട്ലൻഡിലും വടക്കൻ ഭാഗങ്ങളിലും കൂടുതൽ തണുപ്പും മഴയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തെക്കൻ ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞ കാലാവസ്ഥയും ലഭിച്ചേക്കാം. യാത്ര ചെയ്യുന്നവരും ജോലിക്ക് പോകുന്നവരും പ്രാദേശിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നോക്കി കാര്യങ്ങൾ ചെയ്യുക. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ ഇന്ന് പൊതുവെ ചൂടുള്ളതും ഭൂരിഭാഗം പ്രദേശങ്ങളും വരണ്ടതുമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് പരമാവധി താപനില 20 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. കിഴക്കൻ മേഖലകളിലും മിഡ്ലാൻഡ്സിലുമാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യത. ഡബ്ലിനിൽ ഇന്ന് 23 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം കണക്റ്റ് വെസ്റ്റ് മൺസ്റ്റർ മേഖലകളിൽ നേരിയ മഴയോ ചാറ്റൽ മഴയോ ലഭിച്ചേക്കാം. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ നിലവിൽ പൊതുവായ കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊന്നുമില്ല. എന്നാൽ പടിഞ്ഞാറൻ തീരത്തിലെ ചില ഭാഗങ്ങളിൽ ചെറു ബോട്ടുകൾക്കായി ശക്തമായ കാറ്റിനെ തുടർന്ന് സ്മോൾ ക്രാഫ്റ്റ് വാർണിംഗ് നിലവിലുണ്ട്. യാത്രക്കിറങ്ങുന്നവർ പ്രാദേശിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇന്ത്യയിൽ നിന്ന് ലോകത്തിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികളിലേക്കും നമുക്ക് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കാം. ബെൽഫാസ്റ്റിൽ നിന്നും ഞാൻ ജിബിൻ ജോർജ്. നിങ്ങൾ കാണുന്നത് വേൾഡ് അഫയേഴ്സ് വിത്ത് ജിബിൻ ജോർജ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ വീണ്ടും ലോക മലയാളികൾക്കുള്ള പ്രധാന വാർത്തകളുമായി കാണാം. നന്ദി, നമസ്കാരം.